ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്മിലുണ്ടാവുമ്പോൾ തന്നെ ചില അപ്ഡേറ്റുകൾ വരുന്നു, ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. കാരണം ഞങ്ങൾ മാസങ്ങൾ മുമ്പ് തൊട്ട്, ഇല്ലെങ്കിൽ വർഷങ്ങൾ മുമ്പ് നമ്മുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോ വായിച്ച് നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അന്ന് മാനിഫെസ്റ്റോൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തായിരുന്നു അന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളത്. സോ അതിനുശേഷവും ഒരുപാട് ന്യൂസുകളിൽ ചെറിയ ന്യൂസുകളായിട്ടും വലിയ ന്യൂസുകളായിട്ടും ഇവിടെ വരാൻ പോകുന്ന നിയമമാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മളറിയാം, പുതിയ ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന് ആ സമയത്ത് പറഞ്ഞ കാര്യം, ഇപ്പോൾ ഉടനടി നിയമമാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാൽ 2025 നിയമമാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നുള്ള. അതിൻ്റെ ഇടയിൽ പല വീഡിയോസിനകത്തും നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വിസ സ്പോൺസർഷിപ്പ് ഇപ്പം നിങ്ങൾക്ക് കിട്ടും, കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് എടുക്കാം എന്ന് പറഞ്ഞവരുടെ അടുത്ത് ഞാൻ കുറച്ച് മുന്നേ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാനും, അതുപോലെ സെൽഫ് സ്പോൺസർഷിപ്പിൻ്റെ കേസിലൊക്കെ കമ്പനീസ് തുടങ്ങി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം വാണിംഗ് പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് കേട്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അതിന് മുമ്പും ഋഷി സുനകിൻ്റെ മന്ത്രിസഭയുള്ള സമയത്തും നിയമമാറ്റങ്ങൾ ഇല്ലെങ്കിൽ ഈ ചെറിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളിലൂടെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ച് മുന്നേ തന്നെ വലിയൊരു ധാരണ തന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു സമൂഹത്തിന് ഞാൻ ധാരണകൾ തന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് അന്ന് കണ്ടവരും സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉണ്ട്. കാണാത്തവർക്ക് നമുക്കറിയാം പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് മിസ്സാകുമ്പോൾ തീർച്ചയായിട്ടും അറിയാതെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പണി കിട്ടാനുള്ള പോസിബിലിറ്റീസ് എത്രത്തോളം ആണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോഴും അതേപോലെ ചില അപ്ഡേറ്റുകൾ വരുന്നു, ചില കാര്യങ്ങൾ നിങ്ങളത് പറയാനുണ്ട്. സോ ഗൈസ്, ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ സ്വാഗതം. സോ ഗൈസ്, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം UK ഗവൺമെൻറ് പുതിയ ഫോറിൻ വർക്കേഴ്സ് വിസ റൂൾസിൻ്റെ പ്ലാനുകളുമായിട്ട് മുന്നോട്ട് വരുന്നു. ന്യൂ ഇയറിൽ, അതായത് എനിക്ക് തിങ്ക് 2025 ന്യൂ ഇയറോട് കൂടി, അതിപ്പോൾ ഫസ്റ്റ് ഡേ ആവാം, ഇല്ലെങ്കിൽ ആ മാസത്തിന് ഇടയിൽ എപ്പോഴെങ്കിലും ആവാം. പൊതുവെ ആ ഒരു മാസത്തിൻ്റെ ഇടയിൽ ആയിരിക്കും, ആ ഫസ്റ്റ് മന്തിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഈ അപ്ഡേറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ടാവും. ഇതിനു മുമ്പും പല നിയമമാറ്റങ്ങളും ന്യൂ ഇയറിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം 1-ാം തീയതി വരുന്നല്ല, അത് ആ മാസത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിയമമാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഗവൺമെൻറ് പ്ലാൻ ഫോർ ഫോറിൻ വർക്കേഴ്സ് വിസ റൂൾസ് ആൻഡ് മൈഗ്രേഷൻ ടു ബി പബ്ലിഷ്ഡ് ഇൻ ന്യൂ ഇയർ സേസ് ഹോം സെക്രട്ടറി എന്നുള്ള ഇതിൽ ഹോം സെക്രട്ടറി പുതിയ പ്ലാന് പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താണ് വർഷങ്ങൾ മുമ്പ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങളടുത്ത് പറഞ്ഞ കാര്യം എന്നുള്ളത്, മാനിഫെസ്റ്റോ വായിച്ചിട്ട് നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം, ലേബർ പാർട്ടി അന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ IT ടെക് എഞ്ചിനീയറിംഗ് മേഖലയിൽ, അന്ന് ഹെൽത്ത് കെയറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസുകളൊന്നും ഹെൽത്ത് കെയർ കാണുന്നില്ല. ഈ IT ടെക് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഇവിടത്തുള്ള എംപ്ലോയീസ് ഫോറിനേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഫോറിനേഴ്സിനെ എടുക്കാൻ നോക്കുന്നതിൽ കുറവുകൾ വരുത്തും എന്ന് അന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ വർഷങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ ഇവരെ ലേബർ ഇലക്ഷൻ വിജയിച്ച് വന്ന് ആ വർഷങ്ങളുടെ ഇടയിൽ തന്നെ പറഞ്ഞൊരു കാര്യം വെച്ച് എപ്പോഴും കോട്ട് ചെയ്ത് പറഞ്ഞ, കാരണം IT ടെക് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആളുകളെ UK എടുക്കുന്നത് കുറയ്ക്കും, അതായത് പുറത്തുനിന്ന് എടുക്കുന്നത് കുറയ്ക്കും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് ഈ ഒരു മേഖലയിൽ ഇത്ര വർഷമായിട്ടും ഇത് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവിടുത്തെ ഷോർട്ടേജ് പരിഹരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മാറുന്നില്ല എന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് മാക്കിന്, മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റാമറും നമ്മുടെ പുതിയ ഹോം സെക്രട്ടറി കൂപ്പറും എല്ലാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ടുകൾ ഐ തിങ്ക് നമുക്ക് വരുന്ന ജനുവരിയിൽ നമുക്ക് ലഭിക്കും. എന്തുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി, ഇല്ലെങ്കിൽ അവർ പറയുന്ന ഇൻഫർമേഷൻസ്, ഏതൊക്കെ ജോബുകൾ ഇനി ഷോർട്ടേജ് ഒക്യുപ്പേഷനിൽ വേണം, ഏതൊക്കെ ജോബുകൾ ഇനി വേണ്ട എന്നുള്ളതിനൊക്കെ ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഋഷി സുനകിൻ്റെ ഗവൺമെൻറ് സമയത്ത് തന്ന പണിയൊന്നും നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരിക്കലും നമ്മൾ അതിനൊന്നും റിക്കവർ ആയിട്ടില്ല അല്ലേ. നമുക്ക് UK സ്റ്റുഡൻസിന് വിസ സ്വിച്ച് ചെയ്യുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്തു, UK സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡിനെ കൊണ്ടുവരുന്നതിനും കേരള ഡിപ്പെൻഡിനെ കൊണ്ടുവരുന്നതിനും റെസ്ട്രിക്റ്റ് ചെയ്തു. സാലറി ത്രെഷോൾഡ് 8 നിലയിൽ നമുക്കൊരു പണിയാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇനിയും സ്ട്രിക്റ്റർ റൂൾസ് കൊണ്ടുവരും എന്നാണ് നമ്മുടെ പുതിയ പ്രധാനമന്ത്രിയും നമ്മുടെ ഹോം സെക്രട്ടറിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത്
ഇപ്പോൾ കണ്ടതൊന്നുമല്ല, ഇനി കാണാൻ പോകുന്നതാണ് എന്തൊക്കെയോ എന്നുള്ളത്. അത് മുന്നും ഞാൻ അവരുടെ മാനിഫെസ്റ്റോ വായിച്ച സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും സ്പോൺസർഷിപ്പിന് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് മാറാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യുക. അതുപോലെ ഈ സെൽഫ് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ പോലും അതിനുള്ള പരിപാടികൾ മീൻസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളെ നീളെ എന്ന് വെക്കരുത്. കാരണം ഇവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, മഴ പോലെയാണ്. മഴക്കാർ വരുന്നു, മഴ പെയ്യുന്നു, പോകുന്നു. അതേപോലെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നിയമങ്ങൾ വരും, കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ്. ഇത്രയും നല്ല വലിയ രീതിയിലുള്ള നെറ്റ് മൈഗ്രേഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ഇപ്പോൾ പഴയ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പ്രഖ്യാപിച്ചതിലൂടെ തന്നെ വലിയ റെക്കോർഡ് ഇടിവ് UK മൈഗ്രേഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ലീഗൽ മൈഗ്രേഷനിൽ കേട്ടോ. സോ അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അതിന് മേലെ കുറച്ച് സ്ട്രിക്റ്റർ റൂൾസ് കൊണ്ടുവരും എന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം, IT അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആളുകൾ നമ്മുടെ എംപ്ലോയീസ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറവുണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നൊരു അപ്ഡേറ്റ്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ ഒരു കാര്യവും അപ്ഡേറ്റ് ചെയ്തില്ല. പക്ഷേ ഒരു റിട്ടേൺ വൈറ്റ് പേപ്പറിലുള്ള ഒരു പോളിസി അപ്ഡേറ്റ് നമുക്ക് ജനുവരിയിൽ പ്രതീക്ഷിക്കാം. അത് 1-ാം തീയതി ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറയുന്ന UK വരുന്ന സ്റ്റുഡൻസിൻ്റെ കേസിൽ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ UK വരുമ്പോൾ കോഴ്സുകൾ എടുക്കുന്നതിന് ഇനി റിസർച്ച് കാര്യങ്ങൾ നടക്കാം. ഈ ജനുവരി ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കുന്നവർ സെപ്റ്റംബറിലേക്ക് വരുന്നവരൊക്കെ ഈ നിയമങ്ങൾ വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കോഴ്സുകളും കാര്യങ്ങളും എടുത്തു വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ക്രിസ്റ്റാമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ, ഇവർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള സിറ്റിസൺസിനെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരെ ജോലിക്ക് കയറ്റാം. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം ട്രെയിൻ ചെയ്തിട്ട് മാത്രം ഇവിടുത്തെ ഷോർട്ടേജ് പരിഹരിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ കസ്റ്റമർ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രിക്റ്റർ ആയിട്ടുള്ള റൂൾസ് ചേഞ്ചുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ക്രിസ്റ്റാമറും നമ്മുടെ പുതിയ ഹോം സെക്രട്ടറി ടി കൂപ്പറും കാര്യങ്ങളും എന്താ ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് ഫുൾ ടൈം ഒരു പവർ കൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ കുറേ ന്യൂസ് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മൈഗ്രേഷൻ അപ്ഡേറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലീഗൽ വർക്ക് ചെയ്യുന്നവരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇല്ലീഗൽ മൈഗ്രൻസിനെയും ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചാടി നിൽക്കുന്ന പലരെയും ഇപ്പോൾ പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്ത് വരുന്നു. പുതിയ ഗവൺമെൻറ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ കഴിഞ്ഞ ഒരു മൈഗ്രേഷൻ അപ്ഡേറ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര പേര് അത് കണ്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. മറ്റൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുന്നേ തന്നെ പറഞ്ഞൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് 2025 ജനുവരിയോട് കൂടി തന്നെ ഉയർത്താനായിട്ട് പോകുന്നു. പഠിക്കാൻ വരുമ്പോൾ നമുക്ക് ഉള്ള എമൗണ്ടുകളുടെ, അതായത് നമ്മൾ ലിവിങ് എക്സ്പെൻസ് കാണിക്കുന്ന എമൗണ്ടുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഇൻസൈഡ് ലണ്ടനും ഔട്ട്സൈഡ് ലണ്ടനും ഡിഫറെൻറ്റ് മീൻസ് റിക്വയർമെൻറ്റുകളാണ് വരുന്നത്. സ്ക്രീനിൽ കാണുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, UK പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റിൻ്റെ കേസിൽ ജനുവരിയിൽ വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അപ്ഡേറ്റും കൂടി ഉണ്ട്. സ്കിൽഡ് മൈഗ്രൻസ് കോൺട്രിബ്യൂട്ട് മോർ ടു പബ്ലിക് ഫിനാൻസസ് ദാൻ വർക്കിംഗ് ബ്രിട്ടൻ റിപ്പോർട്ട് ഫൈൻസ്. അതായത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് UK മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു അജണ്ടയായിട്ട്, പണ്ട് ഞാൻ മൈഗ്രേഷൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ ഇല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ള ഓൾറെഡി ഇവിടെയുള്ള ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റിപ്പോർട്ടുകൾ പറയുന്നത്, മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്കിൽഡ് മൈഗ്രൻസ് ഒരുപാട് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സ്കിൽഡ് ആയിട്ടുള്ള മൈഗ്രൻസ് വരിക തന്നെ ചെയ്യണം. അതായത് അൺലിമിറ്റഡ് ഇല്ലെങ്കിൽ ഈ മറ്റേ അൺഎത്തിക്കലായിട്ടുള്ള കുറേ മൈഗ്രേഷൻ ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളത് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ UK എത്തിക്കുന്നതിൽ ഇല്ലെങ്കിൽ UK ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിൽ ബുദ്ധിമുട്ടില്ല. മീൻസ് അവരാണ് ഇവിടെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആവട്ടെ, ഇവരൊക്കെ തന്നെയാണ് കൂടുതലും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന് നോ ഡൗട്ട്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൈഗ്രേഷൻ റോക്കറ്റ് പോലെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെയും ഇല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് ജനങ്ങളുടെയും ആവശ്യമായി മാറി. അതിന് കാരണം ഇവിടുത്തുള്ള മെഡിക്കൽ ഫെസിലിറ്റി, ഇവിടുത്തുള്ള നമ്മുടെ സ്കൂളുകൾ,
മറ്റ് ഫെസിലിറ്റി, ജോബിൻ്റെ ലഭ്യത കുറവ് കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇല്ലീഗൽ മൈഗ്രൻസ് ഒക്കെ ഒരുപാട് തള്ളിക്കയറി വരുന്നതുകൊണ്ടും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു ടാസ്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് സ്ട്രിക്റ്റർ റൂൾസിന് വേണ്ടി നോക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇനി ഒരു പക്ഷേ ഗവൺമെൻറ് ഒരു എവിടെയെങ്കിലൊക്കെ ഒരു അലിവ് തോന്നി നിയമങ്ങളിൽ ഇളവ് കൊണ്ടുവന്നാൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ജനുവരി 1 വേണ്ടിയിട്ട്. അതിനുശേഷം 1, 2 ഒക്കെ ആയിട്ട് ചിലപ്പോൾ അപ്ഡേറ്റുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെയിറ്റ് ആൻഡ് സീ. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഒന്ന് ഫോളോ ചെയ്യാം.